അങ്ങനെ ഇന്ന് തലവൻ മൂവി കണ്ടത് നമ്മുടെ സർക്കാരിന്റെ സ്വന്തം തിയേറ്റർ ആയിട്ടുള്ള കൈരളിയിലാണ്. കൈരളി നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, KSFDC എന്ന് പറഞ്ഞിട്ട് അവർ നടത്തുന്ന തിയേറ്റർ ഉണ്ടല്ലോ, അവിടെ പോയാണ് കണ്ടത്. ചേർത്തലയായിരുന്നു കണ്ടത്. 11 മണിക്കായിരുന്നു ഷോ. തിയേറ്റർ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിന്റെ സീറ്റൊക്കെ വളരെ മോശം. ഇങ്ങനെ പുഷ്പാക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ആ തിയേറ്റർ ആദ്യം തുടങ്ങിയപ്പോഴൊക്കെ ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ്. അപ്പൊ നല്ല തിയേറ്റർ ആയിരുന്നു. ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടും അതൊന്നും നേരെ എവിടെയൊന്നും കൊണ്ടുപോകാത്തതുകൊണ്ടും തിയേറ്ററൊക്കെ നശിച്ചെടുക്കും. അപ്പം കം ടു അവർ മൂവി തലവനിലുള്ളത് നമ്മുടെ ആസിഫിക ഉണ്ട്, ആസിഫ് അലി, ബിജു മേനോൻ, ഒരുപാട് ക്രൂ ഉണ്ട്, ഒരുപാട് കാസ്റ്റ് ഉണ്ട്. മിയ ഉണ്ട്, കോട്ടയം നസീർ ഉണ്ട്, ജാഫർ ഇടുക്കി ഉണ്ട്. അങ്ങനെ കുറെ പേര് അറിയാത്ത കുറെ പേരുണ്ട്. നമ്മൾ ഒരുപാട് കണ്ട ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട്. രഞ്ജിത്തൊക്കെ ഉണ്ട്, സംവിധായകൻ രഞ്ജിത്തൊക്കെ വരെയുണ്ട്. കുറച്ച് ചെറിയൊരു വേഷത്തിലൊക്കെ ഉണ്ട്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊക്കെ കാണുന്ന അതേപോലുള്ള ആ ഒരു ജോണറിലുള്ള ഈ പോലീസുകാരുടെ കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു ജോണറിലെ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൂപ്പർ സാധനം കേട്ടോ ഈ പടം. ഇന്റർവെല്ലൊക്കെ കഴിയുമ്പോൾ നമ്മൾ അവിടെ പിടിച്ചിരുത്തും. നമ്മൾ ഇവനാണോ, ഇവനല്ല, മറ്റവനായിരിക്കും. അങ്ങനെ നമ്മളിങ്ങനെ മറിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എവിടെയോ ഒരു സ്ഥലത്ത് എനിക്ക് തോന്നിയിരുന്നു ഇന്ന ആള് തന്നെ ആയിരിക്കും വില്ല, അല്ലെങ്കിൽ ഇന്നയാളുടെ മകനായിരിക്കും വില്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ ഇതൊരു ചെറിയൊരു സ്പോയിലറല്ലേ, കുഴപ്പമില്ല. പടം കാണുമ്പോൾ അത് നിങ്ങളെ ബാധിക്കത്തില്ല. നിങ്ങൾക്ക് ഒരുപാട് സസ്പെൻസ് ആയിരുന്ന ഒരു പടമാണ്. അഭിനയം വെച്ച് നോക്കുകയാണെങ്കിൽ ആസിഫ് അലിയൊക്കെ പൊളി, ബിജു മേനോനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് ക്രിഞ്ചൊന്നും കൊണ്ടിട്ടില്ല. പിന്നെ അതിലെനിക്കൊരു ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജയിലിൽ വെച്ചിട്ടുള്ള ഒരു സ്റ്റണ്ട് ഉണ്ട്, അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ദഹിക്കുന്നില്ല. അത്രയും വലിയ സ്റ്റണ്ടാണെന്നുള്ളൊരു പോലീസുകാരൻ പോലും അറിഞ്ഞില്ല, കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നമ്മുടെ യുക്തിക്ക് ഒക്കുന്ന ഒരു സ്ഥലമല്ല. എങ്കിലും യുക്തിയൊക്കെ മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ പടം അടിപൊളി സാധനം തന്നെയാണ്. പിന്നെ ഈ തലവൻ എന്നുള്ള പേര് എത്രമാത്രം ഈ സിനിമയ്ക്ക് യോജിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. എനിക്ക് മനസ്സിലായിട്ടില്ല എവിടെയാണ് ഈ സിനിമയ്ക്ക് പേര് ചേരുന്നതെന്ന്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി പോലീസിന്റെ തലവനോ അങ്ങനെ എന്തെങ്കിലും ആണോ, എന്താണോ, ആ പേരങ്ങോട്ട് ആ സിനിമയ്ക്ക് ചേരുന്നില്ല, എവിടെയും അത് പറഞ്ഞും കേൾക്കുന്നില്ല. അപ്പം അത്രയൊക്കെയാണ്. പടം കൊള്ളാം, അടിപൊളിയാട്ടോ. ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊക്കെ കാണുന്നവരും അതേപോലത്തെ അതൊക്കെ എൻജോയ് ചെയ്യുന്നു. ഈ പോലീസുകാരൊക്കെ എന്താ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോലീസ് സിനിമകൾ കാണാം. ആക്ഷൻ ഹീറോ ബിജു ഞാൻ എത്ര തവണ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന സംഭവമൊക്കെ ആ ഒരു എന്താ പറയുക, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പടത്തിന് കാണാൻ പോയത്. അടിപൊളി സിനിമയാണ്. എനിക്ക് എന്താ പറയുക, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അടിപൊളി ക്ലാപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. സോ പിന്നൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടർബോ ഇറങ്ങിയത് കൊണ്ട് ഈ പടത്തിന് ആരും ഇല്ല കാണാൻ. ഞാൻ കയറിയപ്പോൾ തിയേറ്ററിൽ മൊത്തം ഒരു 20-25 പേരേ ഉള്ളൂ, അത്രയും വലിയൊരു തിയേറ്ററിനകത്ത്. മറ്റേ ടർബോയ്ക്കാണ് ആളുകൾ കൂടുതലും കയറുന്നത്. അപ്പം ഈ പടം ഇറങ്ങിയ ഒരു സമയം ഇതിന്റെ ആ ഒരു കളക്ഷനെ നല്ല രീതിയിൽ ബാധിക്കും. ഈ ടൈമിൽ ഇറങ്ങിയത് കൊണ്ട് ആരും ഈ പടം കാണുമെന്ന് തോന്നില്ല. പക്ഷെ നമ്മൾ കണ്ട നല്ലതാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ആ പടം ഒന്ന് പ്രൊമോട്ട് ചെയ്യണമല്ലോ. അതുകൊണ്ട് പറയുകയാണ്, പടം നല്ലതായതുകൊണ്ട് തന്നെ പറയുകയാണ്, അടിപൊളി പടമാണ്, കാണാൻ പറ്റുന്നവർ പോയി കാണുക. ടർബോയൊക്കെ കണ്ടിട്ട് ഇനി അടുത്തൊരു പടം കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ഈ പടം ചൂസ് ചെയ്യുക. നല്ലൊരു പടമാണ്, നല്ല രീതിയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ത്രില്ലടിപ്പിക്കുന്ന, ഒരുപാട് സസ്പെൻസ് ഉള്ള, നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു നല്ലൊരു സിനിമയാണ്. അടിപൊളി പടമാണ്. എനിക്ക് കണ്ടിട്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. സൂപ്പർ.